ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സഞ്ജു സാംസനെ കുറിച്ചാണ്. സഞ്ജു സാംസൺ ഫസ്റ്റ് തന്നെ എൻ്റെ പേരിലും മൊത്തം ഇന്ത്യക്കാരുടെ പേരിലും സഞ്ജു സാംസന് പ്രത്യേക കൺഗ്രാറ്റ്സ്. സഞ്ജു സാംസൺ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ് കാര്യം പുള്ളി 10 വർഷത്തിനു മേലെ ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ കുറച്ച് കളികൾ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ കളിക്കാൻ വേണ്ടി. ബെഞ്ചിലിരുന്ന് രോഹിത് ശർമ്മയുടെ വിരാട് കോഹ്ലിയുടെയും കളിയൊക്കെ കണ്ട് പുള്ളി സഞ്ജു സാംസൺ എങ്ങനെയാണ് ഒരേ മാച്ചിൻ്റെ സിറ്റുവേഷനിൽ തരണം ചെയ്യണമെന്നുള്ളത് പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ട് പഠിച്ചു. പിന്നെ പുള്ളി നല്ലൊരു പ്ലെയറാണ്. പുള്ളിക്കാരൻ പല കളികളിലും 15 ബോളിൽ നിന്ന് 24 റൺസ്, 8 ബോളിൽ നിന്ന് 22 റൺസ് അങ്ങനെയൊക്കെ അടിച്ച് പുള്ളി ഇന്ത്യൻ ടീമിന് നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് പല കളികളിലും. പക്ഷേ എന്നാൽ തന്നെയും പുള്ളിയുടെ സ്റ്റാർട്ടിനൊന്നും ആരും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുമില്ല. പുള്ളീനെ ആരും അങ്ങനെ പൊക്കി പറഞ്ഞിട്ടുമില്ല. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അതേപോലെ പുള്ളീനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു വന്നാൽ തന്നെയും അവിടെ വെച്ചിട്ട് പുള്ളീനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് സെലക്ഷൻ കമ്മിറ്റിയൊക്കെ മാറ്റി നിർത്തി കളിക്കാനുള്ള ചാൻസസൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പുള്ളിയുടെ കുറേ. എന്നാൽ തന്നെയും സൂര്യകുമാർ യാദവ് പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ ആരെ മാറ്റും, തിലക് വർമ്മേനെ മാറ്റണോ, അതേപോലെ അഭിഷേക് ശർമ്മേനെ മാറ്റണോ, സഞ്ജു സാംസന് വേണ്ടി അവരെയൊക്കെ മാറ്റണോ എന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് സഞ്ജു 50 ബോളിൽ നിന്ന് 97 റൺസ് അടിച്ച് ആ പ്രഷർ സിറ്റുവേഷനിൽ ഇന്ത്യനെ ജയിപ്പിച്ചിട്ട് വന്നപ്പോൾ ആരൊക്കെയാണോ സഞ്ജുവിനെക്കുറിച്ച് താത്തി സംസാരിച്ചത് അവരൊക്കെ സഞ്ജുവിൻ്റെ മുമ്പിൽ നിൽക്കണം കണ്ടപ്പോൾ നമുക്കൊരു രോമാഞ്ചം വന്നുപോയി. കാര്യം സൂര്യകുമാർ യാദവും ഈ പറഞ്ഞ എല്ലാവരും സഞ്ജുവിൻ്റെ മുമ്പിൽ തല കുനിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതാണ് ദൈവത്തിൻ്റെ ശക്തി. പുള്ളി ഈശ്വര വിശ്വാസിയാണ്. പുള്ളി ദൈവത്തിൽ വിശ്വസിച്ച് പുള്ളീനെ എന്തോരം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കളി നടക്കുമ്പോൾ വിക്കറ്റ് കീപ്പറായിരുന്ന സഞ്ജുവിനെ ആ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഫീൽഡിൽ ഇറങ്ങിയപ്പോഴേക്കും ഇഷാൻ കൃഷ്ണനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറല്ല എന്നുള്ളത് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ അങ്ങനത്തെ ഒരു നാണക്കേട് വന്നപ്പോൾ പുള്ളിക്കുണ്ടായ മാനസിക വിഷമം നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണത്. എന്നിട്ട് പോലും പുള്ളി ദൈവത്തിൽ വിശ്വസിച്ചിട്ട് പ്രാക്ടീസ് സെഷനിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് പുള്ളി ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. സഞ്ജു സാംസൺ ഒരാളില്ലായിരുന്നെങ്കിൽ ഇന്ത്യ സെമിയിലോട്ട് എത്തില്ലായിരുന്നു. ആ ഒരു വൺ മാൻ ഷോ കാണിച്ചിട്ടാണ് സഞ്ജു ഇന്ത്യനെ ഈ പൊസിഷനിലെത്തിയത്. പുള്ളിക്ക് വേണ്ടി സെഞ്ചുറി അടിക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു, പക്ഷെ പുള്ളി അതൊന്നും ചെയ്തില്ല. ഭയങ്കര പക്വതയോടുകൂടി തന്നെ 12th ഓവറിന് ശേഷം പുള്ളി എയറിൽ അടിച്ചിട്ടില്ല. പുള്ളി എല്ലാം ഗ്രൗണ്ട് ഷോട്ട് അടിച്ച് സേഫ് ഷോട്ടുകൾ മാത്രം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തിലക് വർമ്മ നല്ല 3-4 ഷോട്ട്സ് എടുത്തു. അതേപോലെ ശിവം ദുബായ് വന്നിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ഷോട്ട്സൊക്കെ എടുത്തു. അങ്ങനെ ടീം വർക്കായിട്ട് ഇന്ത്യ സെമിയിൽ കയറി. അപ്പോൾ പ്രത്യേകം സഞ്ജുവിനാണ് ഞാനും എല്ലാ ഇന്ത്യക്കാരുടെ പേരിലും ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.